പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വാർത്തകൾ കേട്ടാൽ തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരൊറ്റ നേതാവിന് ഉറക്കം കിട്ടില്ല എന്നുറപ്പാണ്. അമ്മാതിരി പണിയാണ് ദീദിക്ക് ഇപ്പോൾ ബംഗാളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയ പ്രഹരം, അതും ഒന്നിനു പുറകെ ഒന്നായി. മമതയ്ക്ക് ഇനി ബംഗാളിൽ ഒരൊറ്റ അടവ് പോലും നടക്കില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് BJPയും നരേന്ദ്രമോദിയും. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇനി മമതയുടെ കളി അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാലം ബംഗാളിലെ സ്വന്തം തറവാട് സ്വത്തുപോലെ ഭരിച്ച സാധാരണക്കാരെയും വണ്ടിക്കാരെയും പച്ചയ്ക്ക് കൊള്ളയടിച്ച് ജീവിച്ച തൃണമൂൽ ഗുണ്ടകളുടെ എല്ലാ അനധികൃത സ്വത്ത് സമ്പാദന മാർഗങ്ങൾക്കും ഇപ്പോൾ ഇതാ ഇരട്ട പൂട്ടിട്ടിരിക്കുകയാണ്. കളി ഇനി BJP കളിക്കും. ഇത് വെറുമൊരു സാമ്പിൾ മാത്രമാണ്, ട്രെയിലർ മാത്രമാണ്. സുവേന്ദു അധികാരി കളി തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് കൊൽക്കത്തയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ തരുന്ന ഏറ്റവും പുതിയ സൂചന. ഒരു കാലത്ത് മമതയുടെ വലങ്കൈ ആയിരുന്നതുകൊണ്ട് തന്നെ ദീദിയുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും അവരെ എവിടെയിട്ട് പൂട്ടണമെന്നും സുവേന്ദുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പണി പാളി നിൽക്കുകയാണ് TMC ക്യാമ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. BJP ശക്തമായി ഇടപെട്ടാൽ ബംഗാളിലെ ഈ പിടിച്ചുപറിയും കൊള്ളയടിയും അവസാനിക്കുമെന്ന്. ആ വാക്കിപ്പോൾ അക്ഷരം പ്രതി ജനങ്ങൾക്ക് മുന്നിൽ നടപ്പിലാക്കുകയാണ്. മമതയുടെ തണലിൽ എന്തും കാണിച്ചു കൂട്ടാമെന്ന് കരുതി ഇറങ്ങിയ തൃണമൂൽ നേതാക്കളെ എങ്ങനെയാണ് സുവേന്ദു അധികാരിയും മോദിയും ചേർന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് പൂട്ടിക്കെട്ടിയത്? ബംഗാളിനെ പിടിച്ചു കുലുക്കിയ ആ അഴിമതി വേട്ടയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇത്രയും കാലം ബംഗാളിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന ഭാവത്തിലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ അഴിഞ്ഞാട്ടം. സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി പണം വാരിയിരുന്ന ആ തന്റെ ഇടത്തിനാണ് സുവേന്ദു സർക്കാർ ഇപ്പോൾ ചരമഗീതം എഴുതിയിരിക്കുന്നത്. സിലിഗുരി ഫുൽബാരി ബൈപ്പാസിലും സൗത്ത് ഫർഗാസാനിലുമൊക്കെ വണ്ടിക്കാരെയും പാവപ്പെട്ട സാധാരണക്കാരെയും ഭീഷണിപ്പെടുത്തി TMCക്കാർ നടത്തിയിരുന്ന അനധികൃത ടോൾ ബൂത്തുകളും പണപ്പിരിവ് കേന്ദ്രങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ടാണ് പൂട്ടിപ്പോയത്. സർക്കാരിന്റെ ഔദ്യോഗിക അനുമതിയില്ലാതെ വഴിനീളെ ബാരിക്കേഡുകളും ഡ്രോപ്പ് ഗേറ്റുകളും സ്ഥാപിച്ച് നാട്ടുകാരെ പച്ചയ്ക്ക് കൊള്ളയടിക്കുകയായിരുന്നു ഇവർ. ഈ അനധികൃത കൊള്ള സംഘത്തിൽപ്പെട്ട പ്രമുഖരായ തൃണമൂൽ നേതാക്കളെയെല്ലാം പോലീസ് ഇപ്പോൾ കോളറിന് പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞു. പാവപ്പെട്ട ലോറി ഡ്രൈവർമാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പാർട്ടി ആവശ്യങ്ങൾക്കെന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കെന്നും പറഞ്ഞ് ലക്ഷ്യങ്ങളാണ് ഇവർ ദിവസവും പിരിച്ചിരുന്നത്. ചോദിക്കുന്ന പണം നൽകാൻ മടിക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്നതായിരുന്നു അവരുടെ സ്ഥിരം ശൈലി. എന്നാൽ ഇനി ആ ഗുണ്ടാക്കളി ബംഗാളിൽ നടക്കില്ല എന്ന് BJP സർക്കാർ കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും അഴിമതിക്കെതിരെയുള്ള BJPയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ബംഗാളിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ കൃത്യമായി ചലിപ്പിച്ചുകൊണ്ട് ഇത്തരം എല്ലാ അനധികൃത ടോൾ പോയിന്റുകളും ഉടൻ അടച്ചുപൂട്ടാൻ ചീഫ് സെക്രട്ടറി മനോജ് കുമാർ അഗർവാൾ കർശന നിർദ്ദേശം നൽകിയതോടെ TMC നേതാക്കളുടെ അഴിമതി കോട്ടകളാണ് ഒന്നിനു പുറകെ ഒന്നായി തകർന്നടിഞ്ഞത്. ഇത്തരത്തിലുള്ള അനധികൃത കൊള്ളയടിക്കൽ കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും പോലീസ് സേനകൾക്കും വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഒരിടത്തും ഇത്തരം കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. അതേ സുഹൃത്തുക്കളെ, മമതാ ബാനർജിയുടെ തണലിൽ എന്തും കാണിച്ചു കൂട്ടാമെന്ന് കരുതിയവർക്ക് മുകളിലാണ് ഇപ്പോൾ BJPയും സുവേന്ദു അധികാരിയും ചേർന്ന വലിയൊരു ഇടുത്തി വീഴ്ത്തിയിരിക്കുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്ന ഓരോ അഴിമതി കേന്ദ്രങ്ങളും എങ്ങനെയാണ് തകർത്തതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് സിലിഗുരി ഫുൽബാരി ബൈപ്പാസിലെയും സൗത്ത് ഫർഗാനാസിലെയും അനധികൃത ടോൾ ബൂത്തുകൾ. ഇത്രയും കാലം അവിടെ എന്താണ് നടന്നിരുന്നതെന്ന് അറിയാമോ? സർക്കാരിന്റെ യാതൊരുവിധ അനുമതിയോ രേഖകളോ ഇല്ലാതെ പാതയോരങ്ങളിൽ ഗുണ്ടകളെ നിർത്തി ലോറികളിൽ നിന്നും മറ്റ് ചരക്ക് വാഹനങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളാണ് ഇവർ ദിവസവും പിരിച്ചിരുന്നത്. ഒരുതരം സമാന്തര ഭരണം തന്നെയാണ് മമതയുടെ നേതാക്കൾ അവിടെ നടത്തിപ്പോകുന്നത്. പാവപ്പെട്ട ഡ്രൈവർമാർ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണമാണ് ഇവർ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തിരുന്നത്. എന്നാൽ സുവേന്ദു അധികാരിയുടെ ശക്തമായ ഇടപെടലിലൂടെ ഈ രണ്ട് പ്രധാന കേന്ദ്രങ്ങളിലെയും അനധികൃത ടോൾ പിരിവുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. ഈ കേന്ദ്രങ്ങളിൽ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഓരോരുത്തരെയും പോലീസ് കൃത്യമായി കണ്ടെത്തി വിലങ്ങ് വെച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി കാണേണ്ടത്
TMCയുടെ അഴിമതി കോട്ടകൾ തകർക്കാൻ സർക്കാർ സ്വീകരിച്ച ഔദ്യോഗിക നടപടികളാണ്. വെറുതെ ഒരു റെയ്ഡ് നടത്തി അവസാനിപ്പിക്കുകയല്ല ഇവിടെ ചെയ്തത്. സംസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷനെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ അഗർവാൾ നേരിട്ടാണ് ഇതിനുള്ള കർശന ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാരിന്റെ ലൈസൻസോ അംഗീകാരമോ ഇല്ലാതെ ബംഗാളിന്റെ മണ്ണിൽ എവിടെയൊക്കെ അനധികൃത ടോൾ പോയിന്റുകളും ഡ്രോപ്പ് ഗേറ്റുകളും ബാരിക്കേഡുകളും ഉണ്ടോ അവയെല്ലാം അടിയന്തരമായി പൂട്ടാനാണ് ജില്ലാ ഭരണകൂടങ്ങൾക്കും പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു TMC നേതാവിനും റോഡിൽ ഒരു ബാരിക്കേഡ് എടുത്ത് വെച്ച് പണം പിരിക്കാൻ ധൈര്യം വരാത്ത രീതിയിൽ നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി എന്നാണ്. ഭാവിയിൽ ഇത്തരം കൊള്ള സംഘങ്ങൾ വീണ്ടും തലപൊക്കാതിരിക്കാൻ കൃത്യമായ നിരീക്ഷണ സംവിധാനവും പോലീസ് അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. മമതയുടെ ഭരണമുള്ളതുകൊണ്ട് തങ്ങളെ ആരും തൊടില്ല എന്ന് അഹങ്കരിച്ച ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കും ഇതൊരു കനത്ത തിരിച്ചടിയാണ്. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അധികകാലം ഒരു ഭരണകൂടത്തിനും മുന്നോട്ടു പോകാൻ കഴിയില്ല. കാലങ്ങളായി ബംഗാളിന്റെ മണ്ണിൽ വേരൂന്നിയ ആക്രമണ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നെഞ്ചത്തേക്കാണ് ഇപ്പോൾ നിയമം അതിന്റെ എല്ലാ ശക്തിയോടുകൂടി ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇത് കേവലം കുറച്ച് നേതാക്കളുടെ അറസ്റ്റിലോ അല്ലെങ്കിൽ ഏതാനും പണപ്പിരിവ് കേന്ദ്രങ്ങൾ പൂട്ടിയതിലോ ഒതുങ്ങുന്ന ഒന്നല്ല. മറിച്ച് ബംഗാൾ ജനത മാറ്റത്തിന് പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത്രയും കാലം ജനങ്ങളുടെ കണ്ണീരിൽ പണിതുയർത്തിയ ആ അഴിമതി സാമ്രാജ്യത്തിന്റെ ഓരോ തൂണുകളും ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും അഗ്നിപരീക്ഷകളുടെ കാലമായിരിക്കും. കാരണം അടിത്തട്ടിലെ ഗുണ്ടാപിരിവുകളും കള്ളപ്പണത്തിന്റെ ഒഴുക്കും നിലയ്ക്കുമ്പോൾ അത് പാർട്ടിയുടെ ആകെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുക. ഒരു വശത്ത് ജനവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുന്നു, മറുവശത്ത് സുവേന്ദു അധികാരിയുടെയും BJPയുടെയും ഭാഗത്തു നിന്നും ഒന്നിനു പുറകെ ഒന്നായി കനത്ത രാഷ്ട്രീയ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ മമത ക്യാമ്പ് ഇപ്പോൾ പൂർണ്ണമായും പ്രതിരോധത്തിലായി കഴിഞ്ഞു. ഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പശ്ചിമ ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തെയും അഴിമതി വിരുദ്ധ നിലപാടുകളെയും എത്രത്തോളം നെഞ്ചേറ്റി കഴിഞ്ഞു എന്നതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറ്റത്തിന്റെ ഈ കൊടുങ്കാറ്റിൽ മമതയുടെ ഭരണം എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാം. വാർത്തകളുടെ ഈ കാണാപ്പുറങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അത്രമേൽ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഒരു പ്രത്യേക രാഷ്ട്രീയ തണലിൽ സംസ്ഥാനത്ത് തഴച്ചു വളർന്ന സമാന്തര സാമ്പത്തിക സ്രോതസ്സുകൾക്കാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ വലിയ ആഘാതം ഏറ്റിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ നിരീക്ഷണങ്ങളും പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്ന ശക്തമായ ജനവികാരവും ഒപ്പം പ്രതിപക്ഷത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമ്മർദ്ദ തന്ത്രങ്ങളും ഒത്തുചേർന്നപ്പോൾ കാലങ്ങളായി തുടർന്നു പോന്ന പല നിയമങ്ങളും ബംഗാളിൽ ഒന്നൊന്നായി പൊളിച്ചെഴുതപ്പെടുകയാണ്. നിയമവാഴ്ച പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശക്തമായി നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് ഭരണകൂടത്തിന് തന്നെ ഒടുവിൽ സ്വന്തം അണികൾക്കെതിരെ തിരിയേണ്ടി വന്നു എന്നത് സാധാരണക്കാരായ വോട്ടർമാർ കൈവരിച്ച വലിയൊരു ജയമായി വേണം കാണാൻ. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം താഴെത്തട്ടിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അടിത്തറയെയാണ് ബാധിക്കുക. അധികാരത്തിന്റെ ഫലത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്ന ഏതൊരു ശക്തിക്കും ജനങ്ങളുടെയും നിയമത്തിന്റെയും മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കേണ്ടി വരും എന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പാണ് ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.